മക്കളെ വെറും 15 മിനിറ്റ് കൊണ്ട് സൊല്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനും ചാപ്റ്ററും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സൊല്യൂഷനിലെ മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി? യെസ്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ് മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഇൻ ലിറ്റർ ആണ്. വോളിയം ഇൻ ലിറ്റർ ഇതിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി എങ്കിൽ മൊളാലിറ്റി വോളിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതാണ് മൊളാലിറ്റി. മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. മൊളാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹെൻറീസ് ലോയും അതിന്റെ അപ്ലിക്കേഷനും ആണ്. നമുക്ക് നോക്കാം ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ പറയുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ പ്രഷർ. എക്സ്റ്റേണൽ പ്രഷർ കൂടുന്ന സമയത്ത് സോലിബിലിറ്റി കൂടുമെന്നാണ് പറയുന്നത് ഹെൻറീസ് ലോ. ഒരു ഗിവൺ സോൾവെന്റിൽ ഗ്യാസിന്റെ സോലിബിലിറ്റി എക്സ്റ്റേണൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുന്ന നേരം പി എക്സ്റ്റേണൽ ഈക്വൽ ടു KH into solubility of gas. Solubility of gas. ഹെൻറീസ് ലോ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എന്ത് എക്സ്പ്ലെയിൻ ഹെൻറീസ് ലോ എന്നുള്ളത് ക്ലിയർ അല്ലേ? KH വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. KH വിളിക്കുന്ന പേരെന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ്. ഓർമ്മിക്കുക, ടെമ്പറേച്ചർ കൂടിയാൽ KH വാല്യൂ കൂടും. ടെമ്പറേച്ചർ കൂടിയാൽ KH വാല്യൂ കൂടും. KH വാല്യൂ കൂടും. KH വാല്യൂ കൂടിയാൽ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് കുറയും. ഓർമ്മിക്കുക, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് കുറയും. ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. അക്വാട്ടിക് സ്പീഷീസിന് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കോൾഡ് വാട്ടർ ആണ്, അല്ലാതെ ഹോട്ട് വാട്ടർ അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടിയാൽ ഓക്സിജന്റെ സോലിബിലിറ്റി അല്ലെ, ഓക്സിജന്റെ സോലിബിലിറ്റി കുറയും. അക്വാട്ടിക് സ്പീഷീസ് യൂസ് ചെയ്യുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അല്ലെ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അക്വാട്ടിക് സ്പീഷീസ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടിയാൽ ഓക്സിജന്റെ അളവ് കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറയും, സോലിബിലിറ്റി കുറയും. സോ അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. തണുത്ത വെള്ളത്തിലാണ് കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുക. യെസ്, അതുപോലെ സ്കൂബ ഡൈവേഴ്സ് ക്യാരി ചെയ്യുന്നത് ഡൈല്യൂട്ടഡ് ഓക്സിജൻ വിത്ത് ഹീലിയം. ഓക്സിജൻ ഡൈല്യൂട്ടഡ് ഹീലിയം ആണ്. ഓക്സിജൻ ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദ ഡിസീസ് ബെൻഡ്. ബെൻഡ് എന്നുള്ള ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന എയർ അല്ല, ഓക്സിജൻ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം ആണ് കൊണ്ടുവന്നത്. അതുപോലെ ക്ലൈംബേഴ്സ് ഇല്ലേ, പർവ്വതാരോഹകരില്ലേ, അതുപോലെ പീപ്പിൾ ലിവിങ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്, അവർ ഫേസ് ചെയ്യുന്ന ഒരു ഫിനോമിന, ഒരു ഡിസീസ് ആണ് അനോക്സിയ. ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണിത് അനോക്സിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അനോക്സിയ ഉണ്ടാവുമെന്ന് ചോദിക്കും. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറവായിരിക്കും. അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യും? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും. ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ അവർക്ക് തിങ്കിങ് കപ്പാസിറ്റി ലോസ് ആവും. തിങ്കിങ് കപ്പാസിറ്റി ലോസ് ആയുള്ള അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണിത് അനോക്സിയ. അതും കഴിഞ്ഞു. 4 മാർക്കാണ് അടുത്തത്. അടുത്ത റൗൾസ് ലോ ആണ്. റൗൾസ് ലോ എന്താണ്? റൗൾസ് ലോ എന്ന് വെച്ചാൽ ഇതാണ് റൗൾസ് ലോ. പാർഷ്യൽ vapor pressure is equal to vapor pressure of pure component into mole fraction of that component. Partial pressure of B is equal to vapor pressure of pure B into mole fraction of B. Yes, ഇതിനെ വിളിക്കുന്ന പേരെന്താ? റൗൾസ് ലോ. എന്താ വിളിക്കുക? റൗൾസ് ലോ. റൗൾസ് ലോ മക്കളോട് ചോദിച്ചാൽ ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് ഐഡിയൽ സൊല്യൂഷന്റെ 2 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 3 പ്രോപ്പർട്ടി പറയാൻ പറയും. ഐഡിയൽ സൊല്യൂഷന്റെ 3 പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ ഒന്നാമത്തത് ഒബേ റോൾസ് ലോ. എന്താ ഒബേ ചെയ്യും? ഒബേ റോൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യും എഴുതി വെക്കുക. ഒബേസ് റോൾസ് ലോ. റോൾസ് ലോ ഒബേ ചെയ്യും. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യല ലിബറേറ്റ് ചെയ്യല. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ 0. നൈദർ ഹീറ്റ് അബ്സോർബ് നോർ ഹീറ്റ് ലിബറേറ്റ്. എയും ബിയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യല, ലിബറേറ്റ് ചെയ്യല. ഏതെങ്കിലും 3 പ്രോപ്പർട്ടി എഴുതിയാൽ മതി. എക്സാമ്പിൾ ചോദിച്ചാൽ ബെൻസീനും ടൊളീനും, ബെൻസീൻ പ്ലസ് ടൊളീൻ എക്സാമ്പിൾ എഴുതി വെക്കുക. യെസ്, കഴിഞ്ഞു. ഇനി
നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അവർ ചോദിക്കുക എത്തനോളും അസറ്റോളും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക. അതിന്റെ 3 പ്രോപ്പർട്ടി ഏതൊക്കെ പറ. എത്തനോളും അസറ്റോളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക. അതിന് ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതാൻ പറയും. എത്തനോളും അസറ്റോളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് മക്കളെ കാണിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കുറവായിരിക്കും. ഏതിനേക്കാളും സോൾവെന്റിനേക്കാളും സൊല്യൂട്ടിനേക്കാളും. ക്ലിയർ അല്ലേ? ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഇവിടെ ഡെൽറ്റ വി മിക്സിംഗ് വോളിയം കൂടും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ. ക്ലോറോഫോമും അസറ്റോളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ക്ലോറോഫോമും അസറ്റോളും മിക്സ് ചെയ്യുക. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, ക്ലോറോഫോം പ്ലസ് അസറ്റോൺ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്ന് ചോദിച്ചാൽ മക്കൾ പറയാ ക്ലോറോഫോം അസറ്റോൺ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. ആരെക്കാളും? സോൾവെന്റിനേക്കാളും സൊല്യൂട്ടിനേക്കാളും. ഇവിടെ എനർജി എന്ത് ചെയ്യുക? ലിബറേറ്റ് ചെയ്യും. ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ചോദിക്കും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഡിറൈവ് an expression to calculate the molar mass of solute from relative lowering of vapor pressure. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ ചെയ്യുക. ഇതാ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ പി 0 എ ആണ്. എന്നിട്ട് എഴുതുക ഡെൽറ്റ പി ബൈ പി 0 എ. ഡെൽറ്റ പി ബൈ പി 0 എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണെന്ന് എഴുതുക. ഇനി ഡെൽറ്റ പി ബൈ പി 0 എക്സ്പ്രഷൻ ആണ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമുക്കറിയാം ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനിൽ NB is very small compared to Na. So NB can be neglected from denominator. NB എന്ത് ചെയ്യാൻ ഡിനോമിനേറ്റർ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ എന്തായി മാറി? ഡെൽറ്റ പി ബൈ പി 0 is equal to NB by Na എന്ന് ഇത്. ഓ ഡെൽറ്റ പി ബൈ പി 0 is equal to NB by Na എന്നാൽ WB by MB into MA by WA. ഇവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ല? അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ ഇതാ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി is equal to KB into M ആണ്. KB നെ വിളിക്കുന്ന പേരാണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. M നെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. ക്ലിയർ അല്ലേ? സോ ഡെൽറ്റ ടി ബി is equal to KB into M ന് പകരം WB by MB into 1000 by WA. അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം? MB കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ വരാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. സിമ്പിൾ ആണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF is equal to KF into M ആണ്. KF നെ വിളിക്കുന്ന പേരാണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആൻഡ് M നെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. അപ്പൊ ഡെൽറ്റ TF is equal മക്കളെ നോക്കിക്കോ. ഡെൽറ്റ TF is equal to KF into മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ WB by MB into 1000 by WA. യെസ്. അവിടെ നിന്ന് MB കാൽക്കുലേറ്റ് ചെയ്യാം.
അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ എന്നും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഓസ്മോട്ടിക് പ്രഷർ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ പൈ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. സോ പൈ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. സോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ആണെന്ന് അറിയാം. അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാണ്. പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ടി ആണ്. സി ഇൻറ്റു ആർ ടി. ആർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ വാല്യൂ 0.081 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. യെസ്, അവിടെ നമ്മൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. പൈ സിക്ക് പകരം എന്ത് കൊടുക്കുക? എൻ ബി ബൈ വി കൊടുക്കുക. എൻ ബി ബൈ വി ഇൻറ്റു ആർ ടി ആണ്. അതായത് സിക്ക് പകരം നമ്മൾ ഇത് കൊടുത്തിരിക്കുക, ഇത് കൊടുത്തു. അപ്പൊ പൈ വി സിക്കൽ ടു എൻ ബി ആർ ടി. പൈ വി സിക്കൽ പറ എൻ ബി ആർ ടി. എൻ ബി ആർ ടി ആണ്. എൻ ബി ആർ ടി ഓർ പൈ വി സിക്കൽ എൻ ബിക്ക് പകരം ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി ആണ്. യെസ്, അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? എം ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ക്ലിയർ അല്ലേ? വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, എന്താണ് ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ? രണ്ടുപേർക്ക് സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. പിന്നെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുക, പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രോപ്പർട്ടി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. റൂം ടെമ്പറേച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. Osmotic pressure method is the best method to calculate the molar mass of proteins and polymers. Why in the question? It is applicable at room temperature. Intravenous injection, അതായത് നമ്മളെ ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഏത് സൊല്യൂഷനും it should be 0.9% NaCl solution equal ആയിരിക്കണം. Because 0.9% NaCl solution is isotonic with the blood ആണ്. ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഏത് സാധനവും ഐസോട്ടോണിക് ആയിരിക്കണം. അതർവൈസ് ബ്ലഡ് സെൽ വിൽ shrink or ബ്ലഡ് സെൽ shrink ചെയ്യും അല്ലെങ്കിൽ സ്വെൽ ചെയ്യും. കിട്ടിയോ? യെസ്. അടുത്ത ലാസ്റ്റ് പാർട്ട്, ഈ ചാപ്റ്റർ ലാസ്റ്റ് പാർട്ട് വാൻ ഹോഫ് ഫാക്ടർ ആണ്. അതായത് മോളാർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോൺ ഇലക്ട്രോലൈറ്റുകളായ യൂറിയ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇതിനൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ NaCl, NaOH പോലുള്ള ഇലക്ട്രോലൈറ്റുകൾക്ക് തെറ്റായിരിക്കും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വാൻ ഹോഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടർ ആണെന്ന് വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറഞ്ഞാൽ. അവർ പറഞ്ഞു കിട്ടിയ വാല്യൂവിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കറക്റ്റ് ആയിക്കോളും. I എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നാൽ നമ്പർ ഓഫ് അയോൺസ് ഫോംഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ NaCl എങ്ങനെ ഡീകമ്പോസ് ചെയ്യുക? അത് Na പ്ലസും Cl മൈനസ് ആയി മാറും. Na പ്ലസ് പ്ലസ് Cl മൈനസ്. I is equal to നമ്പർ ഓഫ് അയോൺ ഫോംഡ് 2 ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ 1 ആണ്. സോ I വില 2 ആണ്. യെസ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമ്മൾ ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഷോർട്ട് ടൈം കൊണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇതേ ടൈപ്പ് വീഡിയോ ഇലക്ട്രോ കെമിസ്ട്രിക്ക് ചെയ്യുന്നുണ്ട്. മക്കൾ അത് കാണുക. ഓക്കെ, ബൈ.